ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഫുട്ബോൾ അക്കൗണ്ട് കൊനാമയുടെ ലിങ്ക് ചെയ്യുമ്പോൾ കൊടുത്ത ഈ ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ എങ്ങനെ ചേഞ്ച് ആക്കാമെന്നും അതുപോലെ തന്നെ റീജിയൻ എങ്ങനെ ചേഞ്ച് ആക്കാമെന്നാണ്. ആദ്യം തന്നെ ഇതാണ് എൻ്റെ ഈ ഫുട്ബോൾ അക്കൗണ്ട്. ആർക്കെങ്കിലും എൻ്റെ പുറം ഫ്രണ്ട്ലി മാച്ച് കളിക്കണമെങ്കിൽ ഞാൻ എൻ്റെ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. അതിൽ റിക്വസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ പരമാവധി അക്സെപ്റ്റ് ആകുന്നതായിരിക്കും. ഇതാണ് എൻ്റെ അക്കൗണ്ട്. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഫുട്ബോൾ IDs വാങ്ങാനോ വിൽക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. എൻ്റെ തന്നെയാണ്. എല്ലാവരും മാക്സിമം കയറിയിട്ട് സപ്പോർട്ട് ആക്കുക. അതുപോലെ അഡ്മിൻ സ്ലോട്ടെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ പ്രൊമോഷൻ എല്ലാം ബുക്ക് ചെയ്ത് വെച്ച വാട്സപ്പ് ഗ്രൂപ്പാണ്. ആർക്കെങ്കിലും അഡ്മിൻ സ്ലോട്ട് വേണമെങ്കിൽ അത് ഞാൻ അതിനകത്ത് അഡ്മിൻ സ്ലോട്ട് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടാവും ഗ്രൂപ്പിൽ, അതിൽ മെസ്സേജ് ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് ഇന്നിങ്ങനെ നോക്കാം. അത് തന്നെ ക്രോമിൽ കയറുക, എന്നിട്ട് മൈക്കൊനാമി സെർച്ച് ചെയ്യുക. അതിൽ കയറാം. ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്ത് വെച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ആക്കി കാണിച്ചുതരാം. നിങ്ങൾക്ക് കയറുമ്പോൾ ഇങ്ങനെ കിട്ടുക. കയറിയിട്ട് ആ ലോഗിൻ ടു മൈ കൊനാമി ഹിയർ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ വെരിഫിക്കേഷൻ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ഞെക്കുക. കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. എന്നിട്ട് മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേഴ്സണൽ ഇൻഫോർമേഷൻ കണ്ട, പേഴ്സണൽ ഇൻഫോർമേഷൻ രണ്ടാമത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. കൊനാമി ഐഡിയും അതുപോലെ തന്നെ കൺട്രിയും റീജണൊക്കെ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറേ കാണാൻ പറ്റുള്ളൂ, മന്തും നമ്മളെ ഡേയും കാണാൻ പറ്റില്ല. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് ആണ്. അതേപോലെ നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ലിങ്ക് ചെയ്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ, ഞാൻ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നില്ല, ഓൾറെഡി ഞാൻ ഇപ്പം മാറ്റിയതാണ്, ആകെ ഒരു ഇമെയിലില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം അടിച്ചു കൊടുക്കുന്നില്ല. ഏതാണോ പുതിയ ഇമെയിൽ കൊടുക്കേണ്ടത് ആ ഇമെയിൽ ഈ ഒരു OTP കൊടുത്തതിന് ശേഷം പുതിയൊരു ഇൻ്റർഫേസ് വരും, അതിനകത്തൊക്കെ കൊടുക്കുക. എന്നിട്ട് ആ ഇമെയിലിലേക്ക് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഇമെയിലിലേക്ക് ഒരു OTP യും ആ OTP കൂടി കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം പുതിയ ഇമെയിലായിട്ട് ഇതാവും, ഈ ഫുട്ബോളായിട്ട് കണക്റ്റാവും. അതുപോലെ റീജിയൻ അങ്ങനെ മാറ്റാം. റീജിയൻ നമുക്ക് 365 ദിവസം കഴിയുമ്പോൾ മാറ്റാൻ കഴിയും. ഞാൻ ഇന്നാണ് ഓൾറെഡി മാറ്റിയത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു ഇനി. അപ്പം അതിന് വെരിഫിക്കേഷൻ കോഡ് വേണം. അത് ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ കോഡ് ക്ലിക്ക് ചെയ്യുക. അതിന് സബ്മിറ്റ് ഇത് കൊടുക്കുക. ഓൾറെഡി നേരത്തെ ഒരു ഇമെയിലിൽ മെസ്സേജ് വന്നുകൊണ്ട് എൻ്റെ കയ്യിലെന്താ മെസ്സേജ് എന്താ വരുന്നില്ല. ഞാൻ ഓൾറെഡി ഇമെയിൽ അഡ്രസ്സ് റീജിയൺ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യാത്തത്. അതേപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇമെയിലേക്ക് പുതിയ ഇമെയിലാണ് ലിങ്ക് ചെയ്യുന്നെങ്കിൽ അതിനകത്തേക്ക് ഒരു കോഡ് വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇമെയിലിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് എൻ്റെ ആകുമ്പം ഏതാ റീജിയൺ കൊണ്ട് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ അവരൊരു കുറച്ച് റീഡ് ആൻഡ് റെസിപ്റ്റ് എല്ലാം തരും. അതുപോലെ തന്നെ കുറച്ച് 365 ദിവസം കഴിഞ്ഞിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല, അതൊന്ന് ടിക്ക് ഇടാനും പറയും. അതൊന്ന് ടിക്ക് ഇട്ട് കൊടുത്താൽ മതി, അതുവേ മാറ്റാൻ പറ്റും. ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാൻ കഴിയില്ല, ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഫുട്ബോൾ IDസിനെ കറക്കാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനകത്ത് കയറി 2 നമ്പർ ഉണ്ടാവും, ഓണറിലെ ടാഗില്ലേ, ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.